നമുക്ക് നോക്കാം എന്താണ് ഈ മാർക്കോൻ്റെ യൂണിക്നെസ്. ആനിമൽ എന്ന മൂവി അച്ഛനെ ആരെങ്കിലും കൊല്ലുമോ എന്ന് പേടിച്ചിട്ട് ഒരുവിധം എല്ലാ ക്രിമിനൽസിനും, സംശയമുള്ള എല്ലാ ക്രിമിനൽസിനെയും കൊല്ലുന്ന ഒരു ഹീറോ. ഈ അച്ഛനെ ആരും കൊന്നിട്ടൊന്നുമില്ല. കില്ല് എന്ന മൂവി കണ്ടു കഴിഞ്ഞാൽ ലവറിനെ ട്രെയിനിൽ വെച്ച് കൊന്നതിന് ആ ട്രെയിനിലുള്ള എല്ലാ ക്രിമിനൽസിനെയും കൊല്ലുന്ന വേറൊരു ഹീറോ. ഈ രണ്ട് മൂവിയിലും കൊല്ലപ്പെട്ട കാറ്റഗറിക്ക് ഒരു യുണീക്നെസ് ഉണ്ട്. മരിച്ചവരെല്ലാവരും തന്നെ അഡൽട്ടും ക്രിമിനൽസും ആയിരുന്നു. പക്ഷേ നമ്മുടെ മാർക്കോ എന്ന മൂവിയിൽ കൊല്ലപ്പെട്ട ആൾക്കാരുടെ ഒരു കാറ്റഗറി ഡിഫറെൻ്റ് ആണ്. ആനിമൽസ്, ഫിസിക്കലി ചാലഞ്ച് പീപ്പിൾ, ചിൽഡ്രൻ ആൻഡ് പ്രഗ്നൻറ്റ് ലേഡീസ്. ഈ 4 കാറ്റഗറിയും കൊല്ലുന്ന പ്രോസസ്സ് കാണിക്കുന്നു എന്നതാണ് ഈ മൂവിയുടെ വയലൻസ് എന്ന് പറയുന്ന, കൂടുതൽ ആൾക്കാർ പറയുന്ന ആ വയലൻസ്. അല്ലാതെ ക്രിമിനൽസിനെ കൊല്ലുന്നത് കൊണ്ടോ അല്ലെ ബ്ലഡ് കണ്ടതുകൊണ്ടോ മാത്രമല്ല ഈ മൂവിയുടെ ആ വയലൻസിൻ്റെ എക്സ്ട്രീം നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഈ മാർക്കോ എന്ന മൂവിയെ സർട്ടിഫൈ ചെയ്ത് സെൻസർ ബോർഡിൻ്റെ ഒരു പ്രോസസ്സ് എന്തായിരിക്കും എന്നായിരുന്നു എൻ്റെ പിന്നെ വന്നൊരു തോട്ട്. അങ്ങനെ ഞാൻ ഇതിൻ്റെ ഒന്ന് റൂള് ഞാൻ അന്വേഷിച്ചു പോയി. എന്തായിരിക്കും ഈ ശരിക്കും സെൻസർ, ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സെൻസർ ബോർഡിൻ്റെ റൂൾ എന്താണെന്ന് നോക്കുന്നത്. അതിലൊരു പെർട്ടിക്കുലർ റൂളുണ്ട്. Fintaxman, the mentor your business needs.